ഹെഡ് ഷോട്ട് ഡയറക്റ്റഡ് ബൈ ടീമോ. ഈ ഒരു സിനിമ എന്ന് പറയുന്നത് നമ്മളൊരു വ്യൂവർ സജസ്റ്റ് ചെയ്തൊരു മൂവിയാണ് ഹെഡ് ഷോട്ട് എന്ന് പറയുന്നത്. ഇത് 2016 റിലീസ് ചെയ്ത ഒരു ഇന്തോനേഷ്യൻ ആക്ഷൻ പ്ലസ് വയലന്റ് മൂവിയാണ്. അപ്പോൾ ഈ ഒരു സിനിമ എന്ന് പറയുന്നത് നെറ്റ്ഫ്ലിക്സിൽ ഇന്തോനേഷ്യൻ ലാംഗ്വേജിൽ മാത്രമേ ഉള്ളൂ. പൊതുവെ അങ്ങനത്തെ ലാംഗ്വേജിലൊക്കെ വരുമ്പോൾ ഇംഗ്ലീഷൊക്കെ ഡബ് ചെയ്ത വെർഷൻസ് പൊതുവെ അവൈലബിൾ ആവലുണ്ട്. പക്ഷേ ഇത് അങ്ങനെയല്ല. ബട്ട് സബ് ടൈറ്റിൽസ് ഉണ്ട്. പക്ഷേ അത് ഇതിലിങ്ങനെ കുറേ കണ്ടപ്പോൾ ഡയലോഗ്സ് ഇല്ല. മനസ്സിലായില്ല. ഇത് ഞാൻ കാര്യത്തിലേക്ക് വരാം. അപ്പോൾ ഈ ഒരു സിനിമ എന്ന് പറയുന്നത് വെറുതെ എന്താ പറയുക വയലൻസ് അല്ലെങ്കിൽ ആക്ഷൻസ് എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്ന ഒരു പടമല്ല. ബട്ട് സ്റ്റോറി ലൈന് ഫ്ലാറ്റ് ആണ്. സ്റ്റോറി എന്ന് പറയുന്നത് പ്യൂർലി പ്രഡിക്റ്റബിൾ ആണ്. അങ്ങനത്തെ അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ട്വിസ്റ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത ഒരു സിനിമയാണ്. അത് നായകൻ്റെ ഓർമ്മ പോകുന്നത് നായകൻ ആരാന്ന് നായകനക്ക് തന്നെ അറിയില്ല, പേര് വരെ ഓർമ്മയില്ല. ഒരു ഡോക്ടറെ ലൈഫിലേക്ക് വരുമോ, ഡോക്ടറെ പിടിച്ചുകൊണ്ടോ, ഇതൊക്കെ തന്നെയാണ് കഥ. ബട്ട് ഞാൻ ഇതിന് മുന്നേ കുറേ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഒരു ആക്ഷൻ മൂവിക്ക് അതൊരു ബാധകമല്ല. ഒരു ബേസിക് സ്റ്റോറി ലൈൻ ഇല്ലെങ്കിൽ പ്രഡിക്റ്റബിൾ സ്റ്റോറി ലൈൻ ആണെങ്കിൽ പോലും ഇറ്റ്സ് ഫൈൻ. അപ്പോൾ അതിൽ ആ ഒരു സിനിമ നല്ലതാവുന്നത് ആക്ഷനിലാണ്. കാരണം ആക്ഷൻ വയലന്റ് മൂവിയാണല്ലോ. കീട്ടിലം പടം. അതുകൊണ്ട് ഞാൻ പറയുന്നത് കീട്ടിലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കിട്ടിലം പടം. ഞാൻ ഈ ഒരു മൂവി പല സ്ഥലത്ത് ഞാൻ ഈ മൂവിനെ പറ്റിയിട്ടല്ല, ഞാൻ ആക്ഷൻസ് അല്ലെങ്കിൽ വയലൻസ് ഉള്ള മൂവീസിനെ പറ്റിയിട്ട് ഇത് കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു ആഗ്രഹം കൊണ്ട് ഇങ്ങനെ റിസർച്ച് ചെയ്യുമ്പോൾ ഒന്നും കാണാതെ പോയൊരു പേരാണ് ഹെഡ് ഷോട്ട് എന്ന് പറയുന്നത്. നമ്മൾ വ്യൂവറിൻ്റെയാണ് എനിക്ക് സജസ്റ്റ് ചെയ്ത് തന്നത്. ഞാൻ താങ്ക്സ് ഫോർ ദാറ്റ്. കാരണം അത്രക്കും കിട്ടിലം പടം. അത് ആക്ഷൻ സീക്വൻസ് ഇഷ്ടമാണോ ഒന്നും നോക്കണ്ട, ഈ റിവ്യൂകൾ കൂടുതൽ കാണണമെന്നൊന്നുമില്ല. ഈ ഒരു പടം അത്രക്കും കിട്ടുവാണ്. പ്രത്യേകിച്ച് ചിലർ ക്യാമറ ആംഗിൾ വെച്ചിട്ടുള്ള ഒരു കളിയുണ്ട്. അതായത് ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു ക്യാമറൻ്റെ ഒരു ടെക്നിക്ക് ഉണ്ട്. അത് ക്യാമറൻ്റെ ഒരു ആംഗിൾ വെച്ചിട്ടുള്ള ഒരു പരിപാടി ഉണ്ട്. ആ ആംഗിൾ കറക്റ്റ് പിടിച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് ഭയങ്കരമാവും. ചില നമ്മളെ ഇൻസ്റ്റാഗ്രാമിലുള്ള റീൽസ് ഉണ്ടല്ലോ, ഈ റീൽസിൽ ചില ആക്ഷന് ഓരോ ചെക്കന്മാർ ഇപ്പോൾ അബുസാലിം ഒക്കെ ഉണ്ടല്ലോ, അബുസാലിം വന്നിട്ട് ഓരോ ചില ആക്ഷൻസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ശരിക്കും ഒരു പഞ്ച് കൊടുക്കുന്ന ഒരു ഫീൽ ഈ ഇൻസ്റ്റാഗ്രാം റീലിൻ്റെ കാര്യം പറഞ്ഞാൽ അത് അങ്ങനെ ഒരു ഫീൽ വരാനുള്ള കാരണം ശരിക്കും ചോട്ടണുണ്ടല്ലോ ഈ ക്യാമറൻ്റെ ആംഗിൾ, ക്യാമറ അവിടെ വെക്കണം എന്നുള്ള വിവരമുള്ളതാണ്. അപ്പം അങ്ങനെ വിവരം വന്നിട്ട് അത് ഇത്രയും ഒരു ബിഗ് ബഡ്ജറ്റ് മൂവി എടുക്കുന്ന സമയത്ത് അങ്ങനത്തെ ഒരു ക്യാമറ ആംഗിൾ പിടിക്കാറുണ്ട് ഒരു ക്യാമറമാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ, എല്ലാന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു ഡയറക്ടർ ഉണ്ടെന്നുണ്ടെങ്കിൽ കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ സാധനങ്ങളാവും. നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കുന്ന ടൈമിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ടെക്നിക്കലി പടം ഒരു രക്ഷയില്ലേ, ടെക്നിക്കലി ടൂ ഗുഡ്. ആകെ ഒരു പോരായ്മ എന്ന് പറഞ്ഞ സ്റ്റോറിയാണ്. അത് നിങ്ങൾക്ക് സ്റ്റോറി വിഷയമാണെങ്കിൽ, ഇപ്പോൾ ഒരു ആക്ഷൻ മൂവിയിൽ സ്റ്റോറി ഇല്ലെന്നുണ്ടെങ്കിൽ ഇമോഷണൽ കണക്ഷൻ തേങ്ങ മാങ്ങ ഇതൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്തുകൊണ്ട് ഒരു ആക്ഷൻ മൂവി അല്ലെങ്കിൽ വയലൻസ് ഉള്ള മൂവി കാണണമെന്ന് വെച്ച് കഴിഞ്ഞെങ്കിൽ ഒന്നാമത് അത് നടക്കില്ല. പിന്നെ എനിക്കത് വിഷയമല്ല, എനിക്ക് അതൊരു നെഗറ്റീവ് അല്ല. നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ സ്റ്റോറി നെഗറ്റീവ് ആവും. പക്ഷേ എനിക്ക് അത് നെഗറ്റീവ് അല്ലാത്തതുകൊണ്ട് തന്നെ ഇതിൽ ഒരു നെഗറ്റീവ് എനിക്ക് പറയാനില്ല. ഇതിൽ വന്നിട്ടുള്ള പെർഫോമൻസ് കിട്ടും. പ്രത്യേകിച്ച് വില്ലന് പടം കൊണ്ടുപോയി. അത് നിങ്ങൾക്ക് വില്ലനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റാർട്ടിങ്ങിനെ വില്ലൻ്റെ ഇൻട്രോ ആണ്. പിന്നെ അവിടുന്ന് ഇങ്ങനെ കുറേ ഫൈറ്റ് എടുത്തിട്ടുള്ള ഓരോ തഴമ്പ് ഈ പാടുകളൊക്കെ ഈ ഫിസ്റ്റുമ്പോൾ തന്നെ. അപ്പോൾ അങ്ങനെ കൊടുത്തിട്ടുള്ള ക്യാരക്ടറൈസേഷനാണ്. അതേപോലെ തന്നെ കുറച്ച് നായകൻ്റെ ക്യാരക്ടറൈസേഷൻ തുടങ്ങും. അങ്ങനെ അതേപോലെ തന്നെ വില്ലൻ്റെ ഒപ്പമുള്ള ഒരു ക്യാരക്ടേഴ്സിന് അവർ നല്ല ഫൈറ്റ് എടുക്കുന്ന കുറച്ച് ക്യാരക്ടേഴ്സ് ഇതിൽ വേറെ ഉണ്ട്, മെയിൻ വില്ലൻ അല്ലാതെ. അവരെ ക്യാരക്ടറൈസേഷൻ ഇതൊക്കെ വേഗം പറഞ്ഞു പോവാണ്. 2 മണിക്കൂറാണ് പടം ഉള്ളത്. പക്ഷേ ഈ കാര്യങ്ങളൊക്കെ വേഗം പറഞ്ഞു പോയിട്ട് പിന്നെ അടിയെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് കണ്ണ് ചിമ്മി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 10-15 എന്താ പറയുക 10-15 ബ്ലോസ് എന്ന് പറയില്ലേ, 10-15 പഞ്ച് നമ്മൾ മിസ് ചെയ്തിട്ടുണ്ടാവും. ഒന്ന് കണ്ണടച്ചോളൂ. അത്രക്കും സ്പീഡിലുള്ള ഫൈറ്റ് സീക്വൻസ് ആണ് ഇതിൽ എടുത്തിട്ടുള്ളത്. ത്രൂ ഔട്ട് ഒരു കണ്ണങ്ങനെ ഇരുന്ന് കാണുന്നത് മനസ്സിലായില്ല. പക്ഷേ വയലൻസ് എന്ന് പറഞ്ഞ സമയത്ത് ഇത് നിങ്ങൾ ഈ കഴിഞ്ഞ പറഞ്ഞ പോലെ എന്താ പറയുക ടെറിഫയർ അല്ലാന്നുണ്ടെങ്കിൽ ഹ്യൂമൻ സെന്റിപ്പീഡ് മറ്റേ അങ്ങനത്തെ വയലൻസ് ഇല്ല, റോങ് ടേണിലൊന്നും വന്നിട്ടുള്ള അങ്ങനത്തെ വയലൻസ് അല്ല. ബട്ട് സ്റ്റിൽ ഫൈറ്റിൻ്റെ ഇടയിൽ വരുന്ന വയലൻസ് അല്ലല്ലോ, കണ്ണി ഓരോ സാധനങ്ങൾ കുത്തിക്കയറ്റുക, പല്ല് പറിച്ചെടുക്കുക, ഇങ്ങനത്തെ ടോർച്ചറിങ് സീൻസ്. പക്ഷെ അതൊന്നും നമ്മൾ ഇതിന് മുന്നേ കണ്ടിട്ടുള്ള വയലൻസ് ഉള്ള മൂവീസ് ഒക്കെ വെച്ച് നോക്കുന്ന സമയത്തൊന്നും വയലൻസ് അല്ല. എനിക്കും അങ്ങനെ വലിയ വയലൻസ് ആണെന്ന് തോന്നിയിട്ടൊന്നുമില്ല. ഇപ്പോൾ നിങ്ങൾ വയലൻസ് ഉള്ള മൂവീസ് കാണാതെ ചുരുക്കണം, ആക്ഷൻ മൂവീസും ചുരുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ പലതും തോന്നും. അപ്പോൾ അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ അതൊരു നോർമൽ വയലൻസ് എന്ന് പറയാനേ ഉള്ളൂ. പക്ഷേ ആക്ഷന് അത് ഒരു 1.5 സാധനമാണ് ഈ സിനിമയിൽ. അതെന്തായാലും പറയാതിരിക്കാൻ വയ്യ. അപ്പം ഞാൻ കുറേ ഇങ്ങനെ പ്രസംഗിക്കുന്നില്ല. ഇതിനെ പറ്റിയിട്ട് മെയിനായിട്ട് പറഞ്ഞ ആക്ഷനാണ്. പിന്നെ പെർഫോമൻസ് ഇതൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ. അപ്പം ഇനി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണില്ല. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഹെഡ് ഷോട്ട് എന്ന് പറഞ്ഞൊരു മൂവി കണ്ടിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നെറ്റ്ഫ്ലിക്സിലുണ്ട്. ആക്ഷൻ മൂവീസ് ഇഷ്ടമാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും ഡു ചെക്ക് ഇറ്റ് ഔട്ട്. ദിസ് ടോക്സ് സൈനിങ് ഔട്ട്.